നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ലർക്ക് തമിഴ് നോയിങ് എക്സാമിന്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 178/2024. ഇതിൽ 20 മലയാളം ചോദ്യങ്ങളും 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളും ഉണ്ട്. ആദ്യം നമുക്ക് മലയാളം ചോദ്യങ്ങൾ നോക്കാം. 61ാമത്തെ ചോദ്യം, ഭൂമി എന്നർത്ഥം വരുന്ന പദമേത്? ഭൂമി എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ എ ഛന്നം, ഓപ്ഷൻ ബി ഭിന്ന, ഓപ്ഷൻ സി മണ്ണ്, ഓപ്ഷൻ ഡി അന്നം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മണ്ണ്. ഭൂമി എന്നർത്ഥം വരുന്ന പദമാണ് മണ്ണ്. ഇനി ഛന്നം എന്ന് പറഞ്ഞാൽ ചിതറിയത് എന്നാണ് അർത്ഥം. ഛന്നം എന്ന് പറഞ്ഞാൽ ചിതറിയത്. ഖിന്ന എന്ന് പറഞ്ഞാൽ ദുഃഖിതയായ സ്ത്രീ. ഖിന്ന ദുഃഖിതയായ സ്ത്രീ. അന്നം ഭക്ഷണം. ഇനി 62ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക. ഇവൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇ പ്ലസ് അൾ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പ്രത്യേകം തന്നെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. കാരണം ഇപ്പോൾ വരുന്ന എക്സാമുകളിലൊക്കെ ഇതുപോലെയുള്ള വാക്കുകളാണ് പിരിച്ചെഴുതാൻ വരുന്നത്. ഇവൾ, ഇവൻ, അവൾ, അവൻ, അക്കാലം, അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് സാധാരണയായിട്ട് ഇപ്പോൾ ചോദിച്ച് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാം. ഇനി 63ാമത്തെ ചോദ്യം, സ്വാർത്ഥൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം. സ്വാർത്ഥൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അൻ. ഇനി എന്താണ് ഈ പുല്ലിംഗം സ്ത്രീലിംഗം എന്നൊക്കെ പറഞ്ഞാൽ? പുരുഷനെ കുറിക്കുന്ന നാമപദമാണ് പുല്ലിംഗം. പുരുഷനെ കുറിക്കുന്ന നാമപദമാണ് പുല്ലിംഗം. അതുപോലെ തന്നെ സ്ത്രീയെ കുറിക്കുന്ന നാമപദമാണ് സ്ത്രീലിംഗം. അതായത് ചില വാക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്കത് ആണിനെ കുറിച്ചാണോ പെണ്ണിനെ കുറിച്ചാണോ പറയുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പം അങ്ങനെ പുരുഷനെ കുറിക്കുന്ന നാമപദം പുല്ലിംഗം, സ്ത്രീയെ കുറിക്കുന്ന നാമപദം സ്ത്രീലിംഗം. ഇനി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത നാമപദങ്ങളാണ് നപുംസകലിംഗം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നദി, മല, വൃക്ഷം. ഇങ്ങനെയൊക്കെ പറയുമ്പം അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള പദങ്ങളാണ് നപുംസകലിംഗം. ഇനി സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്ന നാമമാണ് സാമാന്യലിംഗം അഥവാ അലിംഗം. സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്ന നാമപദമാണ് സാമാന്യലിംഗം അല്ലെങ്കിൽ അലിംഗം. ഉദാഹരണം മനുഷ്യർ, മൃഗങ്ങൾ, വിദ്യാർത്ഥികൾ, അവർ. ഇവയിലൊക്കെ സ്ത്രീയും ഉൾപ്പെടും പുരുഷനും ഉൾപ്പെടും. അങ്ങനെയുള്ള പദങ്ങളാണ് സാമാന്യലിംഗം അല്ലെങ്കിൽ അലിംഗം. ഇനി സർവനാമം അല്ലാത്ത നാമങ്ങളിൽ പുല്ലിംഗത്തിന് അൻ, ആൻ എന്നീ പ്രത്യയങ്ങളും സ്ത്രീലിംഗത്തിന് ഇ എന്ന പ്രത്യയങ്ങളും ചേർക്കുന്നു. അതായത് സർവനാമം അല്ലാത്ത നാമങ്ങളിൽ പുല്ലിംഗത്തിന് അൻ, ആൻ എന്നീ പ്രത്യയങ്ങളും സ്ത്രീലിംഗത്തിന് ഇ എന്ന പ്രത്യയവും ചേർക്കുന്നു. ഉദാഹരണം മിടുക്കൻ, മിടുക്കി, കള്ളൻ, കള്ളി, തമ്പുരാൻ, തമ്പുരാട്ടി. അതുപോലെ സർവനാമങ്ങളിൽ പുല്ലിംഗത്തിന്റെ പ്രത്യയം അൻ, സ്ത്രീലിംഗത്തിന്റെ പ്രത്യയം അൾ. ഉദാഹരണം അവൻ, അവൾ. ഇനി എന്താണ് ഈ സർവനാമം? ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. ഉദാഹരണം ഞങ്ങൾ, അവൻ, അത്. അപ്പം സർവനാമം അല്ലാത്ത നാമങ്ങളിൽ പുല്ലിംഗത്തിന്റെ പ്രത്യയങ്ങളാണ് അൻ, ആൻ, സ്ത്രീലിംഗത്തിന്റെ പ്രത്യയം ഇ. അതുപോലെ സർവനാമങ്ങളിൽ പുല്ലിംഗത്തിന്റെ പ്രത്യയം അൻ, സ്ത്രീലിംഗത്തിന്റെ പ്രത്യയം അൾ. ഇനി 64ാമത്തെ ചോദ്യം, ഗൃഹത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഗാർഹികം. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. 65ാമത്തെ ചോദ്യം, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ പെൺകുട്ടികൾ, ഓപ്ഷൻ ബി
നിങ്ങൾ, ഓപ്ഷൻ സി ജോലിക്കാർ, ഓപ്ഷൻ ഡി ഗായകന്മാർ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജോലിക്കാർ. ഇനി 66ാമത്തെ ചോദ്യം, ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ സന്തോഷിപ്പിക്കുക, ഓപ്ഷൻ ബി വിഷമിപ്പിക്കുക, ഓപ്ഷൻ സി സമാധാനിപ്പിക്കുക, ഓപ്ഷൻ ഡി അതിശയിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഓപ്ഷൻ ബി വിഷമിപ്പിക്കുക. ഇനി 67ാമത്തെ ചോദ്യം, സഫലം എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ എ വിഫലം, ഓപ്ഷൻ ബി ചപലം, ഓപ്ഷൻ സി അബലം, ഓപ്ഷൻ ഡി ബഹുലം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ വിഫലം. സഫലം എന്ന പദത്തിന്റെ വിപരീത പദമാണ് വിഫലം. 68ാമത്തെ ചോദ്യം, ശരിയായ പദമേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രക്ഷുബ്ധം. 69ാമത്തെ ചോദ്യം, ആമോദം സമാന പദം എഴുതുക. ആമോദം എന്ന പദത്തിന്റെ സമാന പദം. ഓപ്ഷൻ എ സന്തോഷം, ഓപ്ഷൻ ബി സന്താപം, ഓപ്ഷൻ സി സന്ദേഹം, ഓപ്ഷൻ ഡി സന്തതം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ സന്തോഷം. ആമോദം എന്ന പദത്തിന്റെ സമാന പദമാണ് സന്തോഷം. ഇനി സന്താപം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം. സന്താപം ദുഃഖം, സന്ദേഹം സംശയം, സന്തതം എപ്പോഴും. 70ാമത്തെ ചോദ്യം, ചേർത്തെഴുതുക. കരഞ്ഞു അധികം ഇല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കരഞ്ഞില്ല. കരഞ്ഞു അധികം ഇല്ല, കരഞ്ഞില്ല. ഇനി ഇവിടുത്തെ സന്ധി ഏതെന്നും കൂടെ പറയാമോ? ലോപസന്ധിയാണ്. കരഞ്ഞു അധികം ഇല്ല, കരഞ്ഞില്ല. അവിടെ കരഞ്ഞു എന്നതിന്റെ ഊകാരം ലോപിച്ചു, അതുകൊണ്ട് ലോപസന്ധി. ഇനി 71ാമത്തെ ചോദ്യം, ഡംഭം പര്യായ പദം എഴുതുക. ഓപ്ഷൻ എ അലങ്കാരം, ഓപ്ഷൻ ബി അഹങ്കാരം, ഓപ്ഷൻ സി ഭയങ്കരം, ഓപ്ഷൻ ഡി അന്ധകാരം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അഹങ്കാരം. ഡംഭം എന്നതിന്റെ പര്യായ പദമാണ് അഹങ്കാരം. ഇനി അലങ്കാരം എന്ന പദത്തിന്റെ പര്യായ പദം നോക്കാം. ആഭരണം, ഭൂഷണം, ചമയം, മണ്ഡനം. അലങ്കാരം, ആഭരണം, ഭൂഷണം, ചമയം, മണ്ഡനം. ഇനി ഭയങ്കരം എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് ഭീകരം, ദാരുണം, ഘോരം, രൗദ്രം, ഭയാനകം. ഭീകരം, ദാരുണം, ഘോരം, രൗദ്രം, ഭയാനകം. ഇനി അന്ധകാരത്തിന്റെയോ? ഇരുട്ട്, തമസ്, തിമിരം, ഇരുൾ. ഇരുട്ട്, തമസ്, തിമിരം, ഇരുൾ. ഇനി 72ാമത്തെ ചോദ്യം, ഉചിതമായ ഘടകപദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക. അച്ഛൻ ഒരുപാട് വഴക്കു പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. ഓപ്ഷൻ എ അപ്പോൾ, ഓപ്ഷൻ ബി എന്നിട്ട്, ഓപ്ഷൻ സി ഓ, ഓപ്ഷൻ ഡി എങ്കിൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ അപ്പോൾ. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു. 73ാമത്തെ ചോദ്യം, ചിന്മയം പിരിച്ചെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ചിത പ്ലസ് മയം. ചിന്മയം എന്ന പദം പിരിച്ചെഴുതിയാൽ ചിത പ്ലസ് മയം. ഇവിടെ ചിത പ്ലസ് മയം ചിന്മയം. താ മാറി ഞാ വന്നു, അതുകൊണ്ട് ആദേശസന്ധിയാണ്. പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള സന്ധി കൂടെ മനസ്സിലാക്കി പഠിച്ചു പോവുകയാണെങ്കിൽ പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പം വരും. ഇനി 74ാമത്തെ ചോദ്യം, കൃശം വിപരീത പദം എഴുതുക. കൃശം എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ എ ആതുരം, ഓപ്ഷൻ ബി മേതുരം, ഓപ്ഷൻ സി ചാതുരം, ഓപ്ഷൻ ഡി മാതിരം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മേതുരം. കൃശം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത്, മേതുരം എന്ന് പറഞ്ഞാൽ തടിച്ചത്. അപ്പം കൃശം എന്ന പദത്തിന്റെ വിപരീത പദമാണ് മേതുരം. ഇനി ആതുരം എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ദുഃഖിതനായ എന്നൊക്കെയാണ് അർത്ഥം. ചാതുരം സാമർഥ്യം, നൈപുണ്യം. മാതിരം അളവ്.
ഇനി 75-ാമത്തെ ചോദ്യം, സാക്ഷി സ്ത്രീലിംഗം എഴുതുക. സാക്ഷി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സാക്ഷിണി. സാക്ഷി, സാക്ഷിണി. 76-ാമത്തെ ചോദ്യം, ദുഃഖം എന്ന പദത്തിന്റെ സമാന പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഇണ്ടൽ. ദുഃഖം എന്ന പദത്തിന്റെ സമാന പദമാണ് ഇണ്ടൽ. 77-ാമത്തെ ചോദ്യം, ശരിയായ പദം എഴുതുക. ഓപ്ഷൻ എ യാദൃശ്ചികം, ഓപ്ഷൻ ബി അവശിഷ്ടം, ഓപ്ഷൻ സി നികൃഷ്ടം, ഓപ്ഷൻ ഡി അടിമത്വം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, നികൃഷ്ടം. ഇനി യാദൃശ്ചികം എന്ന പദത്തിൽ എന്താണ് തെറ്റുള്ളത്? ഷായും ചായും അല്ല, ച, ഛ എന്നീ അക്ഷരങ്ങളാണ് വരേണ്ടത്. യാദൃശ്ചികമല്ല, യാദൃച്ഛികമാണ്. അതുപോലെ അവശിഷ്ടം എന്ന പദത്തിന് ഈ ഠ അല്ല, ടായാണ് വേണ്ടത്, അവശിഷ്ടം. അതുപോലെ അടിമത്വം അല്ല, അടിമത്തം ആണ്. ഇനി 78-ാമത്തെ ചോദ്യം, പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷ. ഓപ്ഷൻ എ ബാക്ക് സ്റ്റിഫനിങ്, ഓപ്ഷൻ ബി ബാക്ക് സ്റ്റാബിംഗ്, ഓപ്ഷൻ സി ബാക്ക് സ്റ്റേജിംഗ്, ഓപ്ഷൻ ഡി ബാക്ക് സ്റ്റംബ്ലിംഗ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബാക്ക് സ്റ്റാബിംഗ്. പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷയാണ് ബാക്ക് സ്റ്റാബിംഗ്. ഇനി ബാക്ക് സ്റ്റിഫനിങ് എന്ന് പറഞ്ഞാൽ പുറംഭാഗം മുറുകുക അല്ലെങ്കിൽ കാഠിന്യമേറുന്ന അവസ്ഥയ്ക്കാണ് ബാക്ക് സ്റ്റിഫനിങ് എന്ന് പറയുന്നത്. ഇനി ബാക്ക് സ്റ്റേജിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നാടകത്തിലോ പരിപാടിയിലോ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ബാക്ക് സ്റ്റേജിംഗ്. അതുപോലെ ബാക്ക് സ്റ്റംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ പിന്നോട്ട് കാലിടറി വീഴുക. ഇനി 79-ാമത്തെ ചോദ്യം, ശരിയായ വാക്യം എഴുതുക. ഓപ്ഷൻ എ ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങൾ 100-ലധികം ഉണ്ട്. ഓപ്ഷൻ ബി നാം എന്നും രാവിലെ 1 ഗ്ലാസ് വെള്ളം നിത്യവും കുടിക്കണം. ഓപ്ഷൻ സി വിഹംഗങ്ങൾ പക്ഷികൾക്കൊപ്പം ആവേശത്തോടെ പറന്നുയർന്നു. ഓപ്ഷൻ ഡി വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരഞ്ഞു. തന്നിരിക്കുന്നതില് ശരിയായ വാക്യം ഏതാ? ഓപ്ഷൻ ഡി ആണ്, വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരഞ്ഞു. ഇനി ഓപ്ഷൻ എ നോക്കിക്കേ, ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങൾ 100-ലധികമുണ്ട്. ഇതിലെന്താണ് തെറ്റ്? ഇവിടെ പരശതം എന്ന് പറഞ്ഞാലും 100-ലധികം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഗ്രന്ഥശാലയിൽ പരശതം പുസ്തകങ്ങളുണ്ട് അല്ലെങ്കിൽ ഗ്രന്ഥശാലയിൽ 100-ലധികം പുസ്തകങ്ങളുണ്ട് എന്ന് മതി. പരശതം 100-ലധികം 2 വാക്കും കൂടെ പ്രയോഗിക്കാൻ പാടില്ല. അതുപോലെ ഓപ്ഷൻ ബി നോക്കിക്കേ, നാം എന്നും രാവിലെ 1 ഗ്ലാസ് വെള്ളം നിത്യവും കുടിക്കണം. എന്നും രാവിലെ എന്ന് പറഞ്ഞാലും നിത്യവും എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അതായത് നാം എന്നും രാവിലെ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നാം നിത്യവും 1 ഗ്ലാസ് വെള്ളം കുടിക്കണം, അങ്ങനെ മതി. ഇനി ഓപ്ഷൻ സിയില് വിഹംഗങ്ങൾ പക്ഷികൾക്കൊപ്പം ആവേശത്തോടെ പറന്നുയർന്നു. വിഹംഗം എന്ന് പറഞ്ഞാലും പക്ഷി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അപ്പം ആ 2 പദങ്ങൾ കൂടെ ഉപയോഗിക്കത്തില്ല. 80-ാമത്തെ ചോദ്യം, എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ എന്നും വിജയം. എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്നും വിജയം. അപ്പൊ നമ്മള് മലയാളത്തിലെ 20 ചോദ്യങ്ങളും നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 81-ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ verb from the options to complete the sentence. He dash a movie every Sunday. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് വെർബ് ഫോം എടുത്ത് എഴുതാനാണ്. ഓപ്ഷൻ എ വാച്ചസ്, ഓപ്ഷൻ ബി വാച്ച്, ഓപ്ഷൻ സി വാച്ച്ഡ്, ഓപ്ഷൻ ഡി വാച്ചിങ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വാച്ചസ്. ഹി വാച്ചസ് എ മൂവി എവറി സൺഡേ. തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റിലാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഹി സിംഗുലാർ ആണ്. അതുകൊണ്ട് ഇവിടെ വെർബും സിംഗുലാർ വേണം. അതുകൊണ്ടാണ് വാച്ചസ് വന്നത്. ഇനി 82-ാമത്തെ ക്വസ്റ്റ്യൻ, എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിംഗ് ഇൻ എ മാസ് ഈസ് കോൾഡ് ഡാഷ്.
എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിങ് ഇൻ എ മാസ് ഈസ് കോൾഡ് ഡാഷ്. അതായത് കളക്റ്റീവ് നൗൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫ്ലോക്ക്, ഓപ്ഷൻ ബി ഹേർഡ്, ഓപ്ഷൻ സി സ്വാം, ഓപ്ഷൻ ഡി പ്രൈഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി സ്വാം ആണ്. എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിങ് ഇൻ എ മാസ് ഈസ് കോൾഡ് സ്വാം. ഇനി സ്വാം എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഫ്ലൈസ്, ആൻഡ്സ്, ബീസ്, ഇൻസെക്ട്സ്. ഫ്ലൈസ്, ആൻഡ്സ്, ബീസ്, ഇൻസെക്ട്സ്. അതുപോലെ ഫ്ലോക്ക് ഉപയോഗിക്കുന്നത് ഷീപ്പ്, ഗീസ്, ബേർഡ്സ്. ഷീപ്പ്, ഗീസ്, ബേർഡ്സ് എന്നിവയുടെ കളക്റ്റീവ് നൗൺ ആണ് ഫ്ലോക്ക്. അതുപോലെ ഹേർഡ് വരുന്നത് ബഫലോസ്, ആന്റലപ്പ്, കൗസ്, ഡീർ, എലഫൻസ്, കാറ്റിൽ. ബഫലോസ്, ആന്റലപ്പ്, കൗസ്, ഡീർ, എലിഫൻസ്, കാറ്റിൽ. അതുപോലെ പ്രൈഡ് വരുന്നത് ലയൺസിനാണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. They talked for dash hour about the wonderful performance. Option A, option B, and option C, the, option D, all the above. Answer വരുന്നത് ഓപ്ഷൻ ബി, and. They talked for an hour about the wonderful performance. 84ാമത്തെ ക്വസ്റ്റ്യൻ, which among the following is a synonym of the word dismal? Dismal എന്ന വേർഡിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആങ്ക്രി, ഓപ്ഷൻ ബി ഗ്ലൂമി, ഓപ്ഷൻ സി ചിയർഫുൾ, ഓപ്ഷൻ ഡി പീസ്ഫുൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഗ്ലൂമി. ഡിസ്മൽ എന്ന വാക്കിന്റെ സിനോണിമാണ് ഗ്ലൂമി. ഡിസ്മൽ എന്ന് പറഞ്ഞാൽ ശോകമൂകമായ, ഗ്ലൂമി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ അർത്ഥമാണ്, മ്ലാനമായ, ശോകമുഖമായ എന്നൊക്കെ തന്നെയാണ് ഗ്ലൂമിയുടെ അർത്ഥം. ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം, ചിയർഫുൾ സന്തോഷപൂർണമായ, പീസ്ഫുൾ സമാധാനപരമായ. 85ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രോജക്ട് ടുമോറോ? ദ മാനേജർ ആസ്ക്ഡ് അസ്. ചൂസ് ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദിസ് സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാനാണ്. ഓപ്ഷൻ എ, ദ മാനേജർ ആസ്ക്ഡ് അസ് whether we could start the project the next day. Option B, the manager asked them whether they can start the project the next day. Option C, the manager asked us if we can start the project the next day. Option D, the manager asked if we could start the project tomorrow. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. The manager asked us whether we could start the project the next day. ഇനി തന്നിരിക്കുന്നത് ഒരു yes or no ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് എന്ന് വേണം. അതുപോലെ yes or no ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇഫ് അല്ലെങ്കിൽ വെദർ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ചേർക്കണം. ഇനി ചോദ്യത്തിൽ യു എന്ന് പറയുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രോജക്ട് ടുമോറോ? ദ മാനേജർ ആസ്ക്ഡ് അസ്, ഞങ്ങളോടാണ് ചോദിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടിംഗ് സെന്റൻസിൽ യുവിന് പകരം അസ് ചേർക്കണം. അതുകൊണ്ട് ചോദ്യത്തിൽ യു എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ബി ആയി മാറും. പിന്നെ ക്യാൻ എന്നുള്ളത് കുഡ് ആയിട്ട് മാറും. ടുമോറോ എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. അപ്പൊ ആൻസർ എങ്ങനെ വരും? ദ മാനേജർ ആസ്ക്ഡ് അസ് വെദർ വി കുഡ് സ്റ്റാർട്ട് ദ പ്രോജക്ട് ദ നെക്സ്റ്റ് ഡേ. ഇനി ഓപ്ഷൻ ബിയിൽ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത്? ദ മാനേജർ ആസ്ക്ഡ് ദം വെദർ ദേ ക്യാൻ സ്റ്റാർട്ട് ദ പ്രോജക്ട് ദ നെക്സ്റ്റ് ഡേ. ഇതില് അസിന് പകരം ദം എന്നാണ് വന്നത്. അതുപോലെ തന്നെ ക്യാനിനെ കുഡാക്കിയിട്ടില്ല. ക്യാൻ അതുപോലെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി തെറ്റാണ്. അതുപോലെ ഓപ്ഷൻ സിയിൽ ദ മാനേജർ ആസ്ക്ഡ് അസ് ഇഫ് വി ക്യാൻ സ്റ്റാർട്ട് ദ പ്രൊജക്ട് ദ നെക്സ്റ്റ് ഡേ. അവിടെയും ക്യാനിനെ കുഡാക്കിയിട്ടില്ല. അതുപോലെ ഓപ്ഷൻ ഡിയിൽ ദ മാനേജർ ആസ്ക്ഡ് ഇഫ്
വി കുഡ് സ്റ്റാർട്ട് ദ പ്രൊജക്ട് ടുമോറോ. ടുമോറോ എന്നുള്ള വാക്ക് അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ടുമോറോ ദ നെക്സ്റ്റ് ഡേ എന്നാക്കി മാറ്റണം. 86ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. വി ഹാവ് ഡാഷ് ഓഫ് മിൽക്ക്. വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റെഡ്? ഓപ്ഷൻ എ റൺ ഇൻ, ഓപ്ഷൻ ബി റൺ ഓൺ, ഓപ്ഷൻ സി റൺ ഡൗൺ, ഓപ്ഷൻ ഡി റൺ ഔട്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റൺ ഔട്ട്. വി ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക്. വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റെഡ്? നമ്മുടെ പാല് തീർന്നു പോയി, പാലിന് പകരം പാൽപ്പൊടി നിനക്ക് ഇഷ്ടമാണോ? അപ്പം റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ഫിനിഷ് ഓർ ബിക്കം എക്സ്ഹോസ്റ്റഡ്, തീർന്നു പോവുക എന്നുള്ളതിനാണ് റൺ ഔട്ട് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. വി ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക്. വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റെഡ്? റൺ ഇൻ ടു എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താ? ടു മീറ്റ് സമ്മൺ അൺഎക്സ്പെക്റ്റഡ്ലി. ടു മീറ്റ് സമ്മൺ അൺഎക്സ്പെക്റ്റഡ്ലി. ഇനി റൺ ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ആർഗ്യുമെന്റ് ഓർ ഡിസെഗ്രിമെന്റ്. റൺ ഇൻ എന്ന് പറഞ്ഞാൽ ആൻ ആർഗ്യുമെന്റ് ഓർ ഡിസെഗ്രിമെന്റ്. അതുപോലെ റൺ ഇൻ ടു എന്ന് പറഞ്ഞാൽ ടു മീറ്റ് സമ്മൺ അൺഎക്സ്പെക്റ്റഡ്ലി. റൺ ഇൻ ടു, ടു മീറ്റ് സമ്മൺ അൺഎക്സ്പെക്റ്റഡ്ലി. ഇനി റൺ ഓൺ എന്ന് പറഞ്ഞാൽ ടു കീപ് ഗോയിങ്. റൺ ഓൺ, ടു കീപ് ഗോയിങ്. റൺ ഡൗൺ, ടു ക്രിട്ടിസൈസ്. റൺ ഡൗൺ, ടു ക്രിട്ടിസൈസ്. റൺ ഇൻ ടു എന്ന് പറഞ്ഞാൽ ടു മീറ്റ് സമ്മൺ അൺഎക്സ്പെക്റ്റഡ്ലി. റൺ ഇൻ ടു എന്ന് പറഞ്ഞാൽ ടു മീറ്റ് സമ്മൺ അൺഎക്സ്പെക്റ്റഡ്ലി. 87ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഹി സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻ എ ഡസ് ഹി, ഓപ്ഷൻ ബി ഡസൻ ഹി, ഓപ്ഷൻ സി ഡിഡ് ഹി, ഓപ്ഷൻ ഡി ഡിഡിൻ ഹി. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡസ് ഹി. ഹി സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യനിൽ സെൽഡം എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അവൻ ഒരു ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞില്ല എന്നാണ് സെന്റൻസ് വരുന്നത്. അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് വരണം, ഡസ് ഹി. 88ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following is an antonym of the word appropriate? അപ്രോപ്രിയേറ്റ് എന്ന വേർഡിന്റെ ആന്റോണിം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇൻഅപ്രോപ്രിയേറ്റ്. 89ാമത്തെ ക്വസ്റ്റ്യൻ. Walking is a good exercise. In this sentence, walking is used as dash. Option A verb, option B adverb, option C adjective, option D noun. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി noun. Walking is a good exercise എന്ന സെന്റൻസിൽ walking എന്ന വേർഡ് ഒരു noun ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ. Choose the correct option to complete the sentence. If we had rehearsed well, we dash. If we had rehearsed well, we dash. Option A would win the competition. Option B would have won the competition. Option C will win the competition. Option D would have win the competition. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വുഡ് ഹാവ് വൺ ദ കോമ്പറ്റീഷൻ. ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന ഫോമിലാണ് വരേണ്ടത്. ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ് ഓർ മൈറ്റ് പ്ലസ് have plus V3. 91ാമത്തെ ക്വസ്റ്റ്യൻ. A person who does clever tricks which appear magical is called dash. A person who does clever tricks which appear magical is called dash. Option A curator, option B burglar, option C conjurer, option D none of the above. Answer വരുന്നത് ഓപ്ഷൻ സി conjurer. A person who does clever tricks which appear magical is called conjurer. അതായത് conjurer എന്ന് പറഞ്ഞാൽ
മാന്ത്രികമെന്ന് തോന്നിക്കുന്ന സമർത്ഥമായ വിദ്യകൾ കാണിക്കുന്ന ഒരാൾ മാന്ത്രികൻ എന്നും പറയാം. അതുപോലെ ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിയത്തിന്റെയോ ആർട്ട് ഗ്യാലറിയുടെയോ ചുമതലയുള്ള ആളാണ് ക്യൂറേറ്റർ. ബർഗ്ലർ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാൻ വേണ്ടി വീടോ കെട്ടിടമോ അതിക്രമിച്ച് തുറക്കുന്നയാൾ, അതായത് കള്ളൻ. 92ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് among the following is an irregular verb? ഓപ്ഷൻ എ ജമ്പ്, ഓപ്ഷൻ ബി മൂവ്, ഓപ്ഷൻ സി വാക്ക്, ഓപ്ഷൻ ഡി റൺ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇറഗുലർ വെർബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റൺ ആണ്. ഇനി എന്താണ് ഈ ഇറഗുലർ വെർബ്, റെഗുലർ വെർബ് എന്നൊക്കെ പറഞ്ഞാൽ ക്രിയകളെ അഥവാ വെർബിനെ അവയുടെ ഭൂതകാല രൂപം പാസ്റ്റ് ടെൻസ് അനുസരിച്ച് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ക്രിയകളെ അവയുടെ ഭൂതകാല രൂപം അഥവാ പാസ്റ്റ് ടെൻസ് അനുസരിച്ച് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. റെഗുലർ വെർബ്സ്, ഇറഗുലർ വെർബ്സ്. റെഗുലർ വെർബ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ക്രിയകൾ. ഒരു ക്രിയയുടെ അവസാനം ഇ അല്ലെങ്കിൽ ഡി ചേർത്ത് പാസ്റ്റ് ടെൻസ് രൂപപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനെ റെഗുലർ വെർബ്സ് എന്ന് വിളിക്കുന്നു. ഒരു വെർബിന്റെ അവസാനം ഇ അല്ലെങ്കിൽ ഡി ചേർത്ത് പാസ്റ്റ് ടെൻസ് രൂപപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതിനെ റെഗുലർ വെർബ് എന്ന് വിളിക്കുന്നു. ഉദാഹരണം ജമ്പ്, അതിന്റെ കൂടെ ഇ ഡി ചേർത്താൽ അതിന്റെ പാസ്റ്റ് ടെൻസ് കിട്ടും, ജംപ്ഡ്. ജമ്പ്, ജംപ്ഡ്. മൂവ്, മൂവ്ഡ്. വോക്ക്, വോക്ക്ഡ്. ഇതുപോലെ ഡി അല്ലെങ്കിൽ ഇ ഡി അവസാനം ചേർക്കുമ്പോൾ ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസ് കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള വെർബുകളെ വിളിക്കുന്ന പേരാണ് റെഗുലർ വെർബ്സ്. ഇനി ഇറഗുലർ വെർബ്സ് എന്ന് പറഞ്ഞാൽ അസാധാരണ ക്രിയകൾ. പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുമ്പോൾ കൃത്യമായ ഒരു നിയമവും പാലിക്കാത്ത ക്രിയകൾ. ചില വെർബുകളെ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുമ്പം അതിന്റെ സ്പെല്ലിംഗ് തന്നെ മാറിപ്പോകും. ഡി അല്ലെങ്കിൽ ഇ ഡി ചേർത്ത് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇങ്ങനെയുള്ള വെർബ്സിന് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുന്നതിന് കൃത്യമായ റൂളുകളൊന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ റൺ, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റാൻ. റൺ, റാൻ. ഗോ, വെന്റ്. റൈറ്റ്, റോട്ട്. ടേക്ക്, ടുക്ക്. ഇങ്ങനെയുള്ള വെർബുകൾക്ക് പറയുന്ന പേരാണ് ഇറഗുലർ വെർബ്സ്. 93ാമത്തെ ക്വസ്റ്റ്യൻ, fill in the blank using the right preposition. There is a river dash my house. Option A beside, option B by, option C besides, option D at. കറക്റ്റ് പ്രപ്പോസിഷൻ ചേർക്കാനാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ beside. There is a river beside my house. beside എന്ന് പറഞ്ഞാൽ അർത്ഥം അരികെ, എൻ്റെ വീടിന്റെ അരികെ ഒരു റിവർ ഉണ്ട്. ഇനി ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം. 94ാമത്തെ ക്വസ്റ്റ്യൻ, ദ പാർട്ടി വാസ് അറ്റൻഡഡ് ബൈ ആൻ ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇൻ ദിസ് സെന്റൻസ് ഓഗസ്റ്റ് ആസ് ആൻ അഡ്ജക്റ്റീവ് മീൻസ്. ഓപ്ഷൻ എ ഡിസ്ഇൻട്രസ്റ്റഡ്, ഓപ്ഷൻ ബി ഓർഡിനറി, ഓപ്ഷൻ സി arrogant, ഓപ്ഷൻ ഡി impressive. The party was attended by an August group of people. ഈ സെന്റൻസിൽ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാസത്തിന്റെ പേരാണെങ്കിലും ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട, ഗാംഭീര്യമുള്ള, ആകർഷണീയമായ, ഉന്നതമായ, ഇങ്ങനെയൊക്കെയാണ് അർത്ഥം വരുന്നത്. റെസ്പെക്റ്റഡ്, ഇംപ്രസീവ്, മജസ്റ്റിക് ഓർ നോബിൾ. അതായത് ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാസത്തിന്റെ പേരാണ്. നമ്മൾ സാധാരണയായിട്ട് കേട്ടിരിക്കുന്ന ഒരു മാസത്തിന്റെ പേരായിട്ടാണ്. പക്ഷെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇവിടെ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഓഗസ്റ്റ് എന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? റെസ്പെക്റ്റഡ്, ഇംപ്രസീവ്, മജസ്റ്റിക് ഓർ നോബിൾ. ബഹുമാനപ്പെട്ട, ഗാംഭീര്യമുള്ള, ആകർഷണീയമായ അല്ലെങ്കിൽ ഉന്നതമായ, ഇങ്ങനെയൊക്കെയാണ് ഓഗസ്റ്റ് എന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അർത്ഥം വരുന്നത്. ഡിസ്ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം താല്പര്യമില്ലാത്ത. ഓർഡിനറി,
സാധാരണമായ. അരോഗന്റ് അഹങ്കാരിയായ. 95-ാമത്തെ ക്വസ്റ്റ്യൻ. നോ സൂണർ ഹാഡ് ഷീ ലെഫ്റ്റ് ദ ഹൗസ് ഡാഷ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. Complete the sentence using the right option. Option A, then. Option B, when. Option C, than. Option D, none of the above. Answer വരുന്നത് ഓപ്ഷൻ സി, than. No sooner had she left the house than it started raining. No sooner എന്ന് തുടങ്ങുന്ന വാചകങ്ങളിൽ എപ്പോഴും കോഡ് ഉപയോഗിക്കേണ്ട വാക്ക് than ആണ്. അത് മസ്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. നോ സൂണർ എന്ന് തുടങ്ങുന്ന വാചകങ്ങളിൽ എപ്പോഴും കൂടെ ഉപയോഗിക്കേണ്ട വാക്ക് than ആണ്. ഒരു കാര്യം നടന്ന ഉടനെ തന്നെ മറ്റൊന്ന് സംഭവിച്ചു എന്ന് കാണിക്കാനാണ് നോ സൂണർ than ഉപയോഗിക്കുന്നത്. ഒരു കാര്യം നടന്ന ഉടനെ തന്നെ മറ്റൊന്ന് സംഭവിച്ചു എന്ന് കാണിക്കാനാണ് നോ സൂണർ than എന്നത് ഉപയോഗിക്കുന്നത്. അപ്പം എപ്പോഴും ഓർത്ത് വയ്ക്കുക, നോ സൂണർ എന്ന് തുടങ്ങുന്ന വാചകങ്ങളിൽ കൂടെ ഉപയോഗിക്കേണ്ട വാക്ക് than ആണ്. ഇവിടെ തന്നിരിക്കുന്നത് നോ സൂണർ ഹാഡ് ഷീ ലെഫ്റ്റ് ദ ഹൗസ് ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അവൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം നടന്ന ഉടനെ തന്നെ മറ്റൊന്ന് സംഭവിച്ചു എന്ന് കാണിക്കാനാണ് നോ സൂണർ than ഉപയോഗിക്കുന്നത്. 96-ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following is the correctly spelled word? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബിസിനസ്. BUSINESS. 97-ാമത്തെ ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദേ ആർ ഫോളോയിങ് അസ്. ഓപ്ഷൻ എ, വി ആർ ഫോളോഡ് ബൈ ദം. ഓപ്ഷൻ ബി, വി ഹാവ് ബീൻ ഫോളോഡ് ബൈ ദം. ഓപ്ഷൻ സി, വി ആർ ബീങ് ഫോളോഡ് ബൈ ദം. ഓപ്ഷൻ ഡി, വി വേർ ബീങ് ഫോളോഡ് ബൈ ദം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വി ആർ ബീങ് ഫോളോഡ് ബൈ ദം. തന്നിരിക്കുന്ന സെന്റൻസ് ദേ ആർ ഫോളോയിങ് അസ്. ഇതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. തന്നിരിക്കുന്നത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ അതിന്റെ പാസീവ് ഫോം വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3 എന്ന് ചേർക്കണം. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. ദേ ആർ ഫോളോയിങ് അസ്. ഈ സെന്റൻസിലെ ഒബ്ജക്റ്റ് അസ് ആണ്. അപ്പം പാസീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അസ് എന്നുള്ളത് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വി എന്ന് വരും. അതിനുശേഷം ഓക്സിലറി വെർബ് ആർ, വി ആർ. പിന്നെ ചേർക്കേണ്ട വേർഡാണ് ബീയിങ്. പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. V3 വരുന്നത് ഫോളോഡ്. വി ആർ ബീയിങ് ഫോളോഡ് ബൈ ദം. 98-ാമത്തെ ക്വസ്റ്റ്യൻ. വി ഹാവ് എ ഹെർക്കുലിയൻ ടാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഇൻ ദിസ് സെന്റൻസ് ഹെർക്കുലിയൻ ടാസ്ക് സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ, an easy task. Option B, an interesting task. Option C, an uninteresting task. Option D, a tough task. We have a Herculean task in front of us. Herculean task എന്നതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എ ടഫ് ടാസ്ക്. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ളൊരു ടാസ്ക് എന്നാണ് മീനിങ്. 99-ാമത്തെ ക്വസ്റ്റ്യൻ. നോ അതർ ഗേൾ ഇൻ ദിസ് ക്ലാസ് ഈസ് ആസ് സ്റ്റഡിയസ് ആസ് നീത. നോ അതർ ഗേൾ ഇൻ ദിസ് ക്ലാസ് is as studious as Nita. Which sentence among the following conveys the same meaning? തന്നിരിക്കുന്ന സെന്റൻസിന്റെ സെയിം മീനിങ് വരുന്ന സെന്റൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, all the girls in this class are as studious as Nita. Option B, Nita is the most studious girl in this class. Option C, all the girls in this class are more studious than Nita. Option D, some girls in this class are more studious than Nita. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നിത ഈസ് ദ മോസ്റ്റ് സ്റ്റഡിയസ് ഗേൾ ഇൻ ദിസ് ക്ലാസ്. തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? നോ അതർ ഗേൾ ഇൻ ദിസ് ക്ലാസ് ഈസ്
ആസ് സ്റ്റഡിയസ് ആസ് നിത. ഈ ക്ലാസ്സിലുള്ള മറ്റൊരു പെൺകുട്ടിയും നിതയുടെ അത്രയും പഠിക്കുന്ന കുട്ടികളല്ല എന്നാണ്. നോ അതർ ഗേൾ ഇൻ ദിസ് ക്ലാസ് ഈസ് ആസ് സ്റ്റഡിയസ് ആസ് നിത. ഈ ക്ലാസ്സിൽ നിതയുടെ അത്രയും നന്നായിട്ട് പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയും ഇല്ല. അപ്പം ഈ സെനൻസിന് സമാനമായ അർത്ഥം വരുന്ന സെനൻസ് ആണ് ഓപ്ഷൻ ബി. നിത ഈസ് ദ മോസ്റ്റ് സ്റ്റഡിയസ് ഗേൾ ഇൻ ദിസ് ക്ലാസ്. ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടി നിതയാണ്. ഇനി 100ാമത്തെ ക്വസ്റ്റ്യൻ. ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 4 PM. ഹിയർ PM ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ്. ഓപ്ഷൻ എ പോസ്റ്റ് മെറിഡിയം, ഓപ്ഷൻ ബി പാസ്റ്റ് മെറിഡിയൻ, ഓപ്ഷൻ സി പോസ്റ്റ് മിഡ് ഡേ, ഓപ്ഷൻ ഡി പാസ്റ്റ് മിഡ് ഡേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പാസ്റ്റ് മെറിഡിയം. അപ്പം നമ്മൾ ഇന്ന് 178/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.